മുതാക്കൽ പഞ്ചായത്തിലെ ചിറയിൻകീഴ് കാർഷിക വിജ്ഞാന കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറൽ ശ്രീ നൌഷാദ്, നോഡൽ ഓഫീസർ ഡോക്ടർ ഷീബ, അഗ്രികൾച്ചർ ഓഫീസർ ശ്രീമതി ജാസ്മി എന്നിവർ നേതൃത്വം നൽകിയ പ്രദർശന തോട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുടെ സാമ്പത്തിക സഹായത്തോടെ നടപ്പാക്കുന്ന തരിശുനിലത്തെ ചോളം കൃഷി 25 സെന്റിൽ പരീക്ഷണത്തിനായി തയ്യാറായ കർഷകനാണ് പുത്തൻവീട്ടിൽ ശ്രീ ഹാജ ഹുസൈൻ. സംസ്ഥാനത്തെ കാർഷിക വികസന പ്രവർത്തനങ്ങൾ അഗ്രോ ഇക്കോളജിക്കൽ യൂണിറ്റിന്റെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ കാർഷിക വിജ്ഞാന വ്യാപന പ്രവർത്തനം താഴെത്തട്ടിലേക്ക് ഫലപ്രദമായി എത്തിക്കുവാൻ ബ്ലോക്ക് തലത്തിൽ കാർഷിക വിജ്ഞാന കേന്ദ്രങ്ങൾ അഥവാ അഗ്രികൾച്ചറൽ നോളജ് സെന്റർ ആരംഭിക്കുകയുണ്ടായി. കാർഷിക വികസന ക്ഷേമ വകുപ്പും കേരള കാർഷിക സർവകലാശാലയും കൈകോർത്ത് പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ് ബ്ലോക്ക് തല അഗ്രികൾച്ചറൽ നോളജ് സെന്റർ. സുഭിക്ഷ കേരള പദ്ധതിയുടെ കീഴിൽ ഓരോ ബ്ലോക്കിൽ തന്നെ ഒരു അഗ്രികൾച്ചർ നോളജ് സെൻറ്റർ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാത് ബ്ലോക്കിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറിൻ്റെ കീഴിലാണ് കൺവീനറായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ഒരു കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൽ കർഷകർക്ക് കൂടുതൽ കാര്യങ്ങൾ, അവർക്ക് കൃഷിയായിട്ട് അനുബന്ധിച്ച് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ, സാങ്കേതിക സഹായങ്ങൾ, കാലാവസ്ഥ അടിസ്ഥാനമായിട്ടുള്ള കാർഷിക നിർദ്ദേശങ്ങൾ, പ്രദർശന തോട്ടങ്ങൾ നടത്താനുള്ള സാങ്കേതിക സഹായം, അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് AKC വഴി ഇന്ന് ചെയ്തു വരുന്നുണ്ട്. അപ്പം അങ്ങനെ കേരളത്തിൽ ഏകദേശം 152 ബ്ലോക്കുകളിൽ 152 AKCകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന AKCയുടെ കീഴിൽ നമ്മൾ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ഈ ഒരു ചോളം കൃഷി. ഇത് ശരിക്കും കൃഷി വകുപ്പിൻ്റെ RKVY പദ്ധതിയിൽ വരുന്നതാണ്. സാമ്പത്തിക സഹായവും മറ്റ് ആനുകൂല്യങ്ങളും കൃഷി വകുപ്പിൽ നിന്ന് തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിൻ്റെ സാങ്കേതിക സഹായം, ഇപ്പോൾ ചോളം എന്ന് പറയുന്നൊരു വിള നമ്മളെ സംബന്ധിച്ച് തെക്കൻ കേരളത്തിൽ വളരെ വ്യാപകമായി ചെയ്യുന്നൊരു വിളയല്ല. പക്ഷെ അങ്ങനെ ഒരു ആശയം, കാരണം ധാന്യങ്ങൾക്കും ചെറുധാന്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുക എന്നാണ് നമ്മുടെ ഇന്ന് നമുക്കതൊരു സ്കീമിലൊക്കെ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചോളം കൃഷി ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്ന കർഷകനാണ് ശ്രീ ഹാജ ഹുസൈൻ. മുതാക്കൽ പഞ്ചായത്തിൽ പരീക്ഷിച്ചിട്ടില്ലാത്ത വിളയാണ് മക്കച്ചോളം. ശക്തമായ മഴയുള്ള കാലാവസ്ഥയിലൊഴികെ എല്ലാ സമയങ്ങളിലും മക്കച്ചോളം നന്നായി വളരുന്നു. ഏകദേശം 100 ദിവസത്തിനുള്ളിൽ വിളവ് നൽകുന്ന ഇനങ്ങൾ ലഭ്യമാണ്. തടങ്ങളിൽ 2 അടി × 1 അടി എന്ന അകലത്തിൽ വിത്തുകൾ പാകണം. 500 ഗ്രാം നൈട്രജൻ, 260 ഗ്രാം ഫോസ്ഫറസ്, 60 ഗ്രാം പൊട്ടാസ്യം എന്നിവ ആദ്യ വളമായി നൽകണം. പിന്നീട് 400 ഗ്രാം വീതം യൂറിയ 30 ദിവസവും 60 ദിവസവും കഴിഞ്ഞ് കൊടുക്കേണ്ടതാണ്. ഇടയ്ക്ക് മണ്ണിളക്കി കളകൾ മാറ്റുകയും വേണം. ഏകദേശം 50 ദിവസമാകുമ്പോൾ അഗ്രഭാഗത്ത് പൂങ്കുലകൾ രൂപപ്പെടും. ഇവ ആൺപൂക്കളാണ്. ഇതിനുശേഷം താഴെയുള്ള ഇലക്കവിളുകളിൽ നിന്നു വരുന്ന കതിരുകളിൽ പെൺപൂക്കൾ അടങ്ങിയിട്ടുണ്ട്. ധാന്യങ്ങൾ അല്ലെങ്കിൽ മണികൾ ഉണ്ടാകുന്നതും ഇവയിലാണ്. 70 ദിവസമാകുമ്പോഴേക്കും ആദ്യ വിളവെടുപ്പിന് ഇവ പാകമാകും. ഒരു ചെടിയിൽ 2 മുതൽ 3 കതിരു വരെ ഉണ്ടാകുന്നു. 1 ഏക്കറിൽ നിന്ന് 800 മുതൽ 1500 കിലോഗ്രാം വരെ വിളവ് തരുന്ന ഇനങ്ങൾ മക്കച്ചോളത്തിൽ വികസിപ്പിച്ചിട്ടുണ്ട്. വെള്ളായണി കാർഷിക കോളേജ് അഗ്രോണമി വിഭാഗം ശാസ്ത്രജ്ഞരുടെ നിർദ്ദേശങ്ങൾ ശിരസാ വഹിച്ചുകൊണ്ടായിരുന്നു ശ്രീ ഹാജ ഹുസൈന്റെ ജൈത്രയാത്ര. AKC നോഡൽ ഓഫീസറുടെ സമയബന്ധിതമായ നിർദ്ദേശങ്ങളും കൃഷി ഓഫീസിൽ നിന്നും പദ്ധതി വഴിയുള്ള സാമ്പത്തിക സഹായവും ലഭ്യമായതോടെ ചോളം കൃഷി വിജയകരമായി. കൃഷി വകുപ്പ് ഈ വർഷം ആരംഭിച്ച ഒരു പുതിയ പദ്ധതിയാണ് തരിശ് നിലത്തിലെ ചോളകൃഷി. തരിശ് നിലത്തിലെ ചോളകൃഷി അത് നടപ്പാക്കി വരുന്നത് കാർഷിക കോളേജ് തന്നെയാണ്. കാർഷിക കോളേജിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അത് കൃഷി വകുപ്പിൻ്റെ കൃഷിഭവനിലേക്ക് വരുന്നത്. അങ്ങനെ കൃഷി വകുപ്പ് കണ്ടെത്തിയ ഒരു കർഷകനാണ് ഞാൻ. അത് വാസ്തവത്തിലൊരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഒരു കാർഷിക കോളേജിൽ നിന്ന് ചെയ്യുന്നതെങ്കിലും അത് ഏറ്റെടുക്കാൻ പല കൃഷിഭവനുകളും തയ്യാറാവാതെ വരികയും മുതാക്കൽ കൃഷിഭവൻ അത് ഏറ്റെടുക്കുകയും അത്
എന്നെ ഏൽപ്പിക്കുകയും ചെയ്തതിൻ്റെ പരീക്ഷണം ചെയ്യാൻ എപ്പോഴും ഞാൻ തയ്യാറായി വന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് മുതാക്കൽ കൃഷിഭവൻ ആ പരീക്ഷണം എന്നെ തന്നെ ഏൽപ്പിക്കുകയും അപ്പോൾ അതിന് എങ്ങനെ അതിൻ്റെ ഇതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ എനിക്ക് ഒരു വിവരമോ അറിവോ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടോ ഒന്നും ഇല്ലാതിരുന്ന ഒരു സന്ദർഭത്തിൽ കാർഷിക കോളേജിൻ്റെ തന്നെ ഷീബ മാഡവും രാജശ്രീ മാഡവും ഒത്തൊരുമിച്ച് കൊണ്ട് എനിക്കതിൻ്റെ നിർദ്ദേശങ്ങളും എന്ത് വേണം എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട, എന്തൊക്കെ വളക്കൂട്ടുകൾ ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് വിളവെടുക്കേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വളരെ വിശദമായ ഒരു ക്ലാസ് പോലെ ഞങ്ങൾ വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാസ് നടത്തുകയും ആ ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ ചോളക്കൃഷി ചെയ്യാൻ ആരംഭിച്ചതും. 25 സെന്റിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ചോളം പരിസരവാസികൾക്കും പഞ്ചായത്തിലുള്ളവർക്കും ഒരാശ്ചര്യ കാഴ്ചയാണ്. വിളവെടുപ്പ് തുടങ്ങിയതോടെ ആവശ്യക്കാരുടെ നീണ്ട നിരയായി. കൃഷിയിടത്തു വന്ന് വാങ്ങുന്നതുകൂടാതെ VFPCK സ്വാശ്രയ വിപണി വഴിയും ചോളം വിൽപ്പന ചെയ്യുന്നു. കിലോയ്ക്ക് 50 രൂപ എന്ന നിരക്കിലാണ് വിപണനം. ചുട്ടു തിന്നുന്നതിനു പുറമെ വേവിച്ചും ചോളം ഭക്ഷ്യാഹാരമായി ഉപയോഗിക്കാം. കൂടുതൽ അളവിലുള്ളപ്പോൾ മറ്റു ധാന്യവിളകളിൽ ചെയ്യുന്നതുപോലെ ഉണക്കിപ്പൊടിച്ചും ഇവ ഉപയോഗിക്കാം. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന തരിശുരഹിത കേരളം പദ്ധതിയിൽ തിരുവനന്തപുരം ജില്ല ആറ്റിങ്ങൽ ബ്ലോക്ക് മുതാക്കൽ പഞ്ചായത്ത് കൃഷിഭവനിൽ മാതൃകാപരമായി കൃഷി ചെയ്തു വരുന്ന ഒരു കർഷകനാണ് ശ്രീ ഹാജ ഹുസൈൻ. അദ്ദേഹത്തിന് മാതൃകാപരമായി കൃഷി ചെയ്യുന്നതിന് വേണ്ടി കൃഷിഭവനിൽ നിന്നും 25 സെൻറ്റിലേക്ക് മക്കാച്ചോളത്തിൻ്റെ വിത്ത് നൽകിയിരുന്നു. ഇത് തരിശിൽ കൃഷി ചെയ്യുന്നതിനുള്ള പദ്ധതിയാണ് ഇതിനുവേണ്ടി നൽകിയത്. ഇത് അദ്ദേഹം ഭംഗിയായി കൃഷി ചെയ്യുകയും വ്യാപകമായി നമ്മൾ ഇത് അറിയിപ്പുകൾ കൊടുത്തതിൻ്റെ ഭാഗമായി ധാരാളം ആൾക്കാർ ഇത് ആകർഷിക്കുകയും വിപണി കണ്ടെത്താൻ പ്രയാസപ്പെടാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന് കൃഷിഭവനിൽ നിന്നുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും നൽകുന്നതിൻ്റെ പ്രധാന കാരണം ഇദ്ദേഹം ഏൽപ്പിക്കുന്ന ഏത് പദ്ധതിയായിരുന്നാലും നല്ല രീതിയിൽ ചെയ്ത് മാതൃകാപരമായി ചെയ്ത് അവസാനിപ്പിക്കാറാണ് പതിവ്. ഈ മക്കാച്ചോളം കൃഷി ചെയ്തതിലും അദ്ദേഹത്തിന് സാമ്പത്തിക സഹായം കൃഷിഭവനിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ചോളം കൃഷിയിൽ മാത്രമായി ഒതുങ്ങുന്നില്ല ശ്രീ ഹാജ ഹുസൈൻ്റെ കാർഷിക വിപ്ലവം. ഗൾഫിൽ നിന്ന് തിരിച്ചെത്തിയ ഹാജ ഹുസൈൻ പുരയിടത്തിലെ റബ്ബർ കൃഷി നിർത്തലാക്കി. 8 വർഷം കൊണ്ട് 2.5 ഏക്കർ പുരയിടം വിവിധ വിളകളും സംരംഭങ്ങളും കൊണ്ട് ഹരിതാഭമാക്കി. കൃഷിയോടനുബന്ധിച്ചുള്ള പരിശീലനങ്ങളിൽ പങ്കെടുത്തും കാർഷിക പരിപാടികളിൽ കണ്ടും കേട്ടും മനസ്സിലാക്കിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നൂതന രീതികൾ തന്റെ കൃഷിയിടത്ത് പരീക്ഷിക്കുകയുണ്ടായി. തെങ്ങിൻ തോപ്പിൽ 1500ഓളം വരുന്ന വിവിധ ഇനം വാഴകൾ, നേന്ത്രൻ, കപ്പവാഴ, ഞാലിപ്പൂവൻ, മൊന്തൻ തുടങ്ങിയവ ഇടവിളയായി കൃഷി ചെയ്തു. തോട്ടത്തിന്റെ അതിരുകളിൽ അടയ്ക്ക, കൊക്കോ, മാവ് എന്നീ വൃക്ഷങ്ങളും ഗ്രോ ബാഗുകളിൽ ശീതകാല പച്ചക്കറി വിളകളും മഴമറയിൽ വിളപരിവർത്തനവും സമ്മിശ്ര കൃഷിയും ആവർത്തിച്ച് മുളക്, പയർ, പാവൽ, ക്യാബേജ്, കോളിഫ്ലവർ എന്നീ വിളകൾ കൃഷി ചെയ്യുന്നു. മഴമറയിൽ ജലസേചനത്തിന് തുള്ളിനന തന്നെ. ഇവിടെ പുതിയ കൃഷിക്കുള്ള തയ്യാറെടുപ്പാണ്. വായുസഞ്ചാരവും പരപരാഗണവും സുഗമമാക്കുവാൻ വശങ്ങളിലെ ഷെയ്ഡ് നെറ്റ് തറയിൽ നിന്നും 1.5 മീറ്റർ ഉയരത്തിൽ മാത്രമാക്കുവാൻ തീരുമാനിച്ചു. തുറസായ സ്ഥലത്തെ കിഴങ്ങ് വിളകൾ, പച്ചക്കറി, വെറ്റില എന്നിവയ്ക്ക് ജൈവവളങ്ങൾ മാത്രമാണ് കൊടുക്കുന്നത്. തനിവിളയേക്കാൾ മിക്കപ്പോഴും മിശ്രവിള കൃഷിയാണ് അഭികാമ്യം എന്ന ശാസ്ത്രീയ നിർദ്ദേശം സ്വീകരിച്ച് 1.5 വർഷം പ്രായമായ മാവിൻ തോട്ടത്തിൽ കിഴങ്ങുവർഗ വിളകൾ, ചേന, ചേമ്പ്, കൂവ എന്നിവ ഇടവിളകളായി നട്ടു. മാവിൻ തൈകൾക്കിടയിൽ നിശ്ചിത അകലത്തിൽ നട്ട ചേമ്പും കൂവയും ഇന്ന് വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നു.
കൂവയുടെ മാഹാത്മ്യം എല്ലാവർക്കും അറിവുള്ളതാണെങ്കിലും കൂവ കൃഷി പൊതുവേ കുറഞ്ഞു വരികയാണ്. എന്നാൽ കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരം, ദഹനക്കേടിനും മറ്റ് ഉദരാസ്വാസ്ഥ്യങ്ങൾക്കും പരിഹാരം എന്ന നിലയിലും കൂവ പ്രാധാന്യമർഹിക്കുന്നു. കൂടാതെ കൂവ പല ഭക്ഷണപദാർത്ഥങ്ങളിലെയും പ്രധാന ഘടകമാണ്. കിലോയ്ക്ക് 40 മുതൽ 60 രൂപ വരെ വില ലഭിക്കുന്ന ചേന, ചേമ്പ്, കാച്ചിൽ എന്നിവ കർഷകർക്കെന്നും സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന വിളകളാണ്. ജൈവകൃഷിയോട് നന്നായി പ്രതികരിക്കുന്ന കിഴങ്ങുവർഗ വിളകൾക്ക് പരിപാലനവും കുറച്ചുമതി. മാവിനിടയിൽ 2 മുതൽ 3 അടി അകലത്തിൽ നടുന്ന കിഴങ്ങുവർഗ വിളകൾ ശ്രീ ഹുസൈന് മുതൽക്കൂട്ടാണ്. 2 സെന്റിലെ വെറ്റിലക്കൊടി 5 വർഷം പ്രായമായി. പ്രതിമാസം 3000 രൂപ വരുമാനം ഉറപ്പാണ്. ജൈവികമായി വളർത്തുന്ന കൊടികൾ രോഗബാധയൊന്നുമില്ലാതെ സുരക്ഷിതരാണ്. പുരയിടത്തെ കാർഷിക വിളകൾക്കെല്ലാം തുള്ളിനന സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. മഴ കുറവുള്ള സമയങ്ങളിൽ ആവശ്യമായ തോതിൽ ജലം ലഭ്യമാകും വിധം ഡ്രിപ്പ് സിസ്റ്റം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ വിളകൾക്കും ആവശ്യമായ ജൈവവളവും പുരയിടത്തിൽ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. വിളകൾക്ക് പുറമെ സംയോജിത കൃഷി സമ്പ്രദായം എന്ന ആശയമാണ് പുത്തൻ വീട്ടിലെ പുരയിടം കാഴ്ചവെക്കുന്നത്. കുടുംബത്തിന്റെ സമീകൃത ഭക്ഷണം, കൃഷിക്കാവശ്യമായ ജൈവവളം, ജൈവ പുനഃചംക്രമണം, വരുമാനം എന്നിവ ഉറപ്പാക്കുവാൻ ആട്, പശു, കോഴി, മീൻ, തേനീച്ച, ബയോഗ്യാസ്, കമ്പോസ്റ്റ് ഇവയെല്ലാം പുരയിടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 9 ആട്, കുറിയ നാടൻ ഇനം ഉൾപ്പെടെ 2 പശു, 12 കോഴി എന്നിവയും ഇന്ന് പരിപാലിക്കപ്പെടുന്നു. ചാണകം, പാൽ, മുട്ട എന്നിവയിൽ നിന്ന് വരുമാനവും. കൃഷി അവശിഷ്ടങ്ങളുടെ സുരക്ഷിതമായ പുനഃചംക്രമണത്തിനായി മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റും സാധാരണ കമ്പോസ്റ്റും ചെയ്തുവരുന്നു. കോഴി മൃഗാദികൾക്ക് തീറ്റയ്ക്കായി അസോള കൃഷിയും 2 ക്യൂബിക് മീറ്റർ ശേഷിയുള്ള ബയോഗ്യാസ് യൂണിറ്റിൽ നിന്നുള്ള ബയോഗ്യാസ് 2 മണിക്കൂർ പാചകത്തിനു തികയും. വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നതിനാൽ തേനീച്ച കൃഷിയും ഉൾപ്പെടുത്തി. തേൻ ഉൽപാദനം കൂടാതെ വിളകളിൽ പരാഗണത്തിന് ഒരു സഹായിയുമായി. മത്സ്യകൃഷിയോടുള്ള താൽപ്പര്യവും ഫിഷറീസ് വകുപ്പിൽ നിന്നുള്ള സഹായവും മുഖേന ഇന്ന് വളരെ വിപുലമായ രീതിയിലാണ് മീൻ വളർത്തൽ ഹാജ ഹുസൈൻ നടപ്പിലാക്കുന്നത്. 2.5 സെന്റ് വരുന്ന സാധാരണ കുളമുണ്ട്. തിലോപ്പിയ, റോഹു, കഡ്ല തുടങ്ങിയ സമ്മിശ്രമായ മീൻ കൃഷിയാണ്. ഇതിൽ മുള്ളുള്ള തിലോപ്പിയ നീർക്കാക്കകളെ അകറ്റി നിർത്തുന്നു. ചേരയും മറ്റും കുളത്തിൽ കടക്കാതിരിക്കുവാൻ മുൻകരുതലായി കുളത്തിനു ചുറ്റും നെറ്റ് കെട്ടിയിട്ടുണ്ട്. വരമ്പുകൾക്ക് ദൃഢതയേകുവാൻ അകത്തി, വട്ട തുടങ്ങിയ മരങ്ങൾ വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ നാച്ചുറൽ പോണ്ടാണ്. ഇത് ഏകദേശം 2.5 സെൻറ്റിന് മുകളിലാണ് ഇതിൻ്റെ വിസ്തൃതി. എന്ന് പറഞ്ഞാൽ ഇത് നാച്ചുറൽ പോണ്ട് എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യം, അതായത് കൃഷി ആവശ്യത്തിലേക്കുള്ള വെള്ളം മുഴുവനും ഇതിൽ നിന്നാണ് ഉപയോഗിക്കുന്നത്. 24 മണിക്കൂറും എനിക്ക് വെള്ളം ഇതിനകത്തുനിന്ന് ഉപയോഗിക്കാൻ പറ്റും. അത്ര ആഴത്തിലും അത്ര ജലസ്രോതസ്സും ഉള്ള ഒരു നാച്ചുറൽ പോണ്ടാണ് എനിക്ക് വാസ്തവത്തിൽ എൻ്റെ ഭൂമി നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഇതിനകത്ത് അതുപോലെ മീൻ ഞാൻ വളർത്തുന്നുണ്ട്. തിലോപ്പിയ തന്നെയാണ് ഇതിലെയും ഇത്. എന്നാലിത് സർക്കാരിൻ്റെ കുഞ്ഞുങ്ങളല്ല, അല്ലാതെ ഉള്ള കുഞ്ഞുങ്ങളാണ് വളർത്തിയിട്ടുള്ളത്. ഒപ്പം ഇതിനകത്ത് സർക്കാർ ഫിഷറീസിൻ്റെ തന്നെ കട്ട്ളയും, റോവും, മൃഗാൾ അങ്ങനെ വരുന്ന മത്സ്യക്കുഞ്ഞുങ്ങളെയും ഞാൻ ഇതിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒരുമിച്ചിപ്പോൾ വളർന്നു വരികയാണ്. ഒരേ പ്രായത്തിലിട്ടതുകൊണ്ട് അതെല്ലാം ഒരുമിച്ച് വളർന്നു വരുന്നുണ്ട്. ഇതിനു പുറമെ നൂതന രീതിയിലുള്ള ബയോഫ്ലോക്ക് ഫിഷ് ഫാമിംഗ് യൂണിറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. മത്സ്യകൃഷി ചെയ്യുന്നവർക്ക് ഏറെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തീറ്റച്ചിലവ്, സ്ഥലപരിമിതി, പരിചരണത്തിനാവശ്യമായ കൂടുതൽ സമയം, ജലലഭ്യതക്കുറവ് എന്നിവയെ മറികടക്കുന്നതാണ് സൂക്ഷ്മാണുക്കളെയും മത്സ്യങ്ങളെയും ഒപ്പം വളർത്തുന്ന ബയോഫ്ലോക്ക് മത്സ്യകൃഷി. 2.5 ഏക്കർ വരുന്ന സ്ഥലത്ത് വിവിധ ഇനം കൃഷികളും നടത്തി വരുന്നുണ്ട്.
അതിൽ ഇപ്പോൾ ഏറ്റവും നൂതനമായ രീതിയിൽ വന്നിട്ടുള്ള ബയോഫ്ലോക്കിൻ്റെ ഒരു യൂണിറ്റാണ് നമ്മുടെ പുറകുവശത്തായി കാണുന്നത്. അതിൻ്റെ വിശദീകരണം പറയുകയാണെങ്കിൽ അത് നമ്മൾ വെള്ളം ട്രീറ്റ് ചെയ്ത് കടൽ വെള്ളം പോലെ ട്രീറ്റ് ചെയ്തെടുത്ത് അതിൽ pH-ഉം ആൽക്കലൈനിറ്റിയും സലൈനിറ്റിയും പിന്നെ ഒപ്പം അമോണിയയുടെ കണ്ടൻറ്റ് കൂടുതൽ കുറവ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പരിശോധിച്ച് ഓരോ ട്രീറ്റ്മെൻറ്റ് ദിവസവും നടത്തി ആ അതായത് ഫിഷറീസിൻ്റെ തന്നെ മീൻ കുഞ്ഞുങ്ങളെയാണ് ഞാൻ ഈ പോണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ബയോഫ്ലോക്കിൽ. ഇതിപ്പോൾ ഹൈ ഡെൻസിറ്റിയിൽ നമ്മൾ ചെയ്ത 1250 മീൻ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2 മാസമേ ആയിട്ടുള്ളൂ. ഇനി 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിളവെടുക്കാം. അപ്പോൾ ഏകദേശം 250 മുതൽ 500 വരെ ഗ്രാം ഒരു മീന് തൂക്കം ഉണ്ടാവും. ഫ്ലോക്ക് എന്നുദ്ദേശിക്കുന്നത് വിവിധ ബാക്ടീരിയകളുടെ മിശ്രിതത്തെയാണ്. തീറ്റയുടെ അവശിഷ്ടങ്ങളും മീൻ വിസർജ്യവും സൂക്ഷ്മാണുക്കളുടെ പ്രത്യേക പ്രവർത്തനം വഴി തീറ്റയായി മാറുന്നു. അലങ്കാര മത്സ്യങ്ങളും അവയുടെ പ്രത്യുൽപാദനം, കൾച്ചർ തുടങ്ങിയവയും വീട്ടിൽ തന്നെ. ഇതിനെല്ലാം ആസിഫ് ചുക്കാൻ പിടിക്കുന്നു. കൃഷിയുടെ പരിപാലനത്തിൽ തൊഴിലാളികളായ ഓമന, ഉഷ, അംബിക എന്നിവർ സ്ഥിരമായിട്ടുണ്ട്. കൃഷി അനുബന്ധിത സംരംഭങ്ങളിലെല്ലാം ശ്രീ ഹാജ ഹുസൈന് എല്ലാ വകുപ്പുകളിൽ നിന്നുമുള്ള സഹായം ലഭിക്കുന്നുണ്ട്. വിപണനം നടത്തുന്നത് VFPCKയുടെ സ്വാശ്രയ വിപണി വഴിയും. കാർഷിക പ്രവർത്തനങ്ങൾക്ക് ആത്മയുടെയും ബ്ലോക്ക് തലത്തിൽ മികച്ച കർഷകൻ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും നിരവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. AKC കർഷക കൂട്ടായ്മ പങ്കാളിത്തമുള്ളതിനാൽ നൂതന സാങ്കേതിക വിദ്യകൾ അറിയുവാനും അവ അനുവർത്തിക്കുവാനും കഴിയുന്നു. ശരിയായ രീതിയിൽ പൂർണ്ണ അർപ്പണബോധത്തോടെ നടപ്പാക്കുകയാണെങ്കിൽ കൃഷി ലാഭകരമാണ്. കാർഷിക വിളകളെ മാത്രം ആശ്രയിക്കാതെ മറ്റു സംരംഭങ്ങൾ കൂടി ഉൾപ്പെടുത്തുമ്പോൾ വരുമാനം മാത്രമല്ല, സുരക്ഷിതമായ ഉൽപാദനവും പ്രകൃതി വിഭവങ്ങളുടെയും ഉൽപാദന ഉപാധികളുടെയും സുസ്ഥിരമായ വിനിയോഗവും സാധ്യമാകുന്നു. ഞാൻ ഗൾഫ് ജീവിതം മതിയാക്കി ഇവിടെ നാട്ടിൽ വരുന്നിട്ട് 7-8 വർഷം കഴിയുന്നു. ഈ 7 വർഷം കൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ കൃഷിയുടെ പുറകെയാണ്. അതിന് ഒരു പ്രചോദനം എന്ന് പറയുമ്പോഴത്തേക്ക് TV-യിൽ വരുന്ന കർഷക പ്രോഗ്രാമുകൾ തന്നെയാണ്. അത് സ്ഥിരമായി ഗൾഫിൽ 22 വർഷം ഞാൻ ജീവിച്ചപ്പോൾ ഞാൻ മുടങ്ങാതെ കണ്ടിരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ഈ TV-യിൽ വരുന്ന കർഷകരുടെ അതെനിക്ക് വല്ലാതെ ഇൻസ്പിറേറ്റായി ഞാൻ അതിലേക്ക് യഥാർത്ഥത്തിൽ വരികയായിരുന്നു. ഈ 7 വർഷം നാട്ടിൽ വന്നപ്പോൾ ആദ്യം അതിന് തന്നെയാണ് ഒരുങ്ങിയത്. മുൻതൂക്കം കൊടുത്ത് കൃഷിയിലേക്ക് വരികയും ആ കൃഷി എനിക്ക് വിജയത്തിലെത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കോവിഡ് മഹാമാരി പോലുള്ള ദുർഘടമായ കാലഘട്ടത്തിൽ പോലും കുടുംബാംഗങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നതിനാൽ തന്നെ ഇവിടം സ്വർഗമാണ് എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല.